ഗൈസ്, അപ്പോ നമ്മൾ ഇന്ന് ഒരു ബുഫേ ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് വാസിസ് കറി കോർട്ട്. അപ്പോ മസ്കറ്റില് ഗാലയിലാണ് ഇതിന്റെ സ്പോട്ട് വരുന്നത്. ഓൾറെഡി ഞങ്ങൾ ഫുഡ് അടിക്കൽ തുടങ്ങി. 7:30 ആകുമ്പോൾ സാധനങ്ങൾ വരും. ഇപ്പൊ സാധനങ്ങൾ ഇപ്പോഴും അവിടെ റീഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഇവിടെ ഒരു പൂരി, ബേൽപൂരിയാണോ മസാലപ്പൂരിയാണോ പാനിപ്പൂരിയാണോ എന്ന് അറിയില്ല. ഇതിന്റെ കൗണ്ടർ ഇവിടെ ഉണ്ട്. അത് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, ഓൾറെഡി ഒരെണ്ണം ട്രൈ ചെയ്തു. ഒന്നും പറയാത്ത ടേസ്റ്റ്. ഒന്നും പറയാലെന്ന് പറഞ്ഞാൽ ഒന്നും പറയാല്ല. അടിപൊളി. കുറെ കാലത്തിന് കഴിച്ചുകൊണ്ടാണ് തോന്നുന്നത്. സാധനം കലക്കി. ഞാൻ കാണിച്ച ഇതാണ് ഐറ്റം കേട്ടോ, ഇതാണ് ഐറ്റം. ഇത് ഒരെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ. ബാക്കി ഞങ്ങൾ കഴിച്ചു. ആശി എങ്ങനെയുണ്ട് സാധനം? അടിപൊളിയാണ്. ക്ലാസ് ഐറ്റം. നമ്മുടെ ആൾക്കാർ ഇന്ന് കുറവാണ്, പക്ഷെ ഇന്ന് വീക്കെൻഡ് ആണ്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ള സാധനങ്ങൾ അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. ഇത് എനിക്കുള്ളതാണ്. പ്രാവശ്യം നോക്കിയിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു ഇതും കൂടി വാങ്ങാനുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സാധനം കാണിച്ചു തരാം. ഓക്കെ, ഇതാ കണ്ടോ, കഴിക്കാൻ പോകട്ടെ. ഓഫ് ഓഫ്, എന്റെ സുബിനോളജിയുടെ സാധനം എടുക്കാം. ബിസ്മില്ല. ഓവർ റിയാക്ഷൻ ഒന്നുമില്ല. സാധനം അതിഗംഭീരാണ്. ഒരു രക്ഷയില്ല. ടോപ്പ് നോച്ച് സാധനം. ടോപ്പ് നോച്ച് സാധനം. പേര് ഓർമ്മിച്ച് വെച്ചോ, ഒവാസിസ് കറി കോർട്ട്. പാലക്കൻ പാനിപൂരി തന്നെ. ഇത് ഫസ്റ്റ് ട്രൈ ചെയ്യുന്ന സാധനം ഇതാണ്. കാലക്കി. നമ്മുടെ വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ട്. ഇതെന്താ ഐറ്റം മനസ്സിലാവണില്ല. കുടിച്ചു നോക്കാം. എന്താ ഐറ്റം? ഷമാമാണോ? അല്ലല്ലോ, ഷമാമല്ലല്ലോ. ഇന്ത്യന്റെ ഫ്ലേവറാന്ന് മനസ്സിലാവില്ല. സത്യം കിട്ടും. ഇവിടെ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ അങ്ങനെ ക്രിക്കറ്റിന്റെ ഫാൻ അല്ലാത്തത് കൊണ്ടും ഇപ്പൊ വേൾഡ് കപ്പ് കാര്യമായിട്ട് നടക്കുന്നതുകൊണ്ടും ഫുൾ കോൺസെൻട്രേഷൻ ആയില്ല കേട്ടോ. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഒരു ബുക്കിംഗ് ആണ്. അവിടെ ഇവിടെ ആയിട്ട് ആൾക്കാർ ഇരിപ്പുണ്ട്. നമ്മൾ എത്ര ഐറ്റംസ് കഴിക്കാൻ വേണ്ടി? സംഭവം ഉണ്ടല്ലോ, ആദ്യമായിട്ടാണ് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് എന്താ പറയാ ബുഫേയിൽ കാണുന്നത്. ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഞാൻ. ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും അങ്ങനെ ബുഫേയിൽ കൊടുക്കുന്നത് എവിടെയും കണ്ടിട്ടില്ല. മേ ബി ഞാൻ കാണാത്തോണ്ടായിരിക്കും, പക്ഷെ മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയാണ്. എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടി തുടങ്ങാണ്. ഓരോരോ ഡിഷായിട്ട് നമ്മള് ഫസ്റ്റ് തന്നെ പാനിപൂരിന്റെ ഒക്കെ ട്രൈ ഔട്ട് ചെയ്തു. ഇനി ബാക്കി ഓരോരോ ഡിഷായിട്ട് ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് റൗണ്ടിൽ എടുത്തുള്ള ഐറ്റംസ് ആണ് ഇത്രയൊക്കെ. കണ്ടോ, ഫിഷ് കോളിവട, വെജ് മഞ്ചൂരിയൻ അല്ലേ, വെജ് മഞ്ചൂരിയൻ, നൂഡിൽസ്, ചിക്കൻ്റെ എന്തോ ഒരു ഐറ്റം, ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ ടിക്ക. ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ എടുത്തിട്ടുള്ളത്. അവനും സെയിം. അവൻ എക്സ്ട്രാ ആയിട്ട് ഒരു സാധനം എടുത്തു പോകുന്നുണ്ട്. ആലു ഗോബി മട്ടർ ഞാൻ എടുത്തില്ല. ഞാൻ ഇത്ര സാധനങ്ങൾ. ഓക്കെ, മോർ ഓഫ് എ നോൺ വെജ് ഫാൻ, യു നോ. ഫിഷ് കോളിവട കൊള്ളാം. നന്നായിട്ടുണ്ട്. കളി നന്നായി നടക്കണു. മറ്റേ സ്ഥലത്ത് ഫുഡ് അടി നന്നായി നടക്കണം. റാഷയുടെ പ്ലേറ്റ് ഒക്കെ കാര്യമായി. നേരത്തെ തുടങ്ങിയായിരുന്നു. എന്താ ചെയ്യാം. കോളിവട്ട രക്ഷയില്ല. എല്ലാ സാധനങ്ങളും. നൂഡിൽസ് ഓക്കെ അത്ര. കോളിവട്ട അടിപൊളിയുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ എല്ലായിടത്തും പോലെ അടിപൊളിയുണ്ട്. വെള്ളം മാത്രം എവിടെയും കാണാനില്ല. എന്താണ് പ്രാവശ്യം റൗണ്ട് കൂടി പോകാൻ നിൽക്കാണ്. മെയിൻ കോഴ്സ് ഒക്കെ അടക്കാൻ പോവാണ്. ഇതുവരെ സ്റ്റാർട്ടേഴ്സ് സെറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് കോളിവട, അതേപോലെ തന്നെ ചിക്കൻ പെരി പെരി ടിക്ക, രണ്ടും പൊളി. പിന്നെ ഫ്രൈസ് പറയാനില്ലല്ലോ, പലവട്ടം പറഞ്ഞു. ഇനിയിപ്പോ മെയിൻ കോഴ്സിൽ മട്ടൻ ഗോഷ് കറി, എൻ്റെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല. മട്ടൻ റൊഹാൻ ഗോഷ വന്നിട്ടുണ്ട്. പിന്നെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി, അതായത് മൂർഗ് ചിക്കൻ ബിരിയാണി എന്നാണ് എഴുതിയേക്കുന്നത്. അതായത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. പിന്നെ മൂർഗ് ഹൈദരാബാദി ബിരിയാണി, സോറി, മൂർഗ് ചിക്കനാണ്. അങ്ങനെയാണ് സംഭവം. പിന്നെ ബ്രെഡ്, ഗുലാബ് ജാമുന്, അത് ഇത് കുറെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കോഴ്സ് വരുന്നത്. ഞാൻ അടുത്ത ഐറ്റംസ് കേട്ടോ. മെയിൻ കോഴ്സ് ആയിട്ട് സ്റ്റാർട്ടേഴ്സ് കുറെ എടുത്തു. ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കൊള്ളാം.
ഇതിപ്പോ ഇതിനെല്ലാം കൂടി വരുന്നത് 3 റിയാൽസ് അങ്ങണ്ടാ തോന്നുന്നു. 3 റിയാൽ പ്ലസ് വാറ്റ്. എന്നാലും ഈ ഒരു എമൗണ്ടിനൂടെ ഇത് വെറുത്താണ് എനിക്ക് തോന്നുന്നത്. കാര്യം അല്ലെങ്കിൽ തന്നെ നമ്മൾ ഓരോ സാധനങ്ങൾ കറിയും ഇതെല്ലാം കൂടി വാങ്ങുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും. ചിക്കൻ ടിക്ക ഒരു പ്ലേറ്റ് വാങ്ങുകയാണെങ്കിൽ 4 പീസ് ഉണ്ടാവും. ആ 4 പീസിന് ഒരു 1.5 എന്തായാലും ഉണ്ടാവില്ല, 1 റിയാൽ എന്തായാലും ഉണ്ടാവില്ല, 1 റിയാൽ എന്തായാലും ഉണ്ടാവും. അതൊരു 3 പ്ലേറ്റ് കഴിഞ്ഞാൽ തീർന്നു. ഇപ്പം ഞാൻ തന്നെ ഒരു 5-6 പീസ് എടുത്തിട്ടുണ്ടാവും. 5-6 പ്ലേറ്റിനനുസരിച്ചുള്ള ചിക്കൻ ടിക്ക എടുക്കുന്ന ആളാണ്. അപ്പം എനിക്കൊന്നും വെറുത്താവില്ല, എനിക്കൊക്കെ ബുഫേയാണ് വെറുത്താവുള്ളൂ. ഞാനിപ്പോൾ 3ാമത്തെ തവണയാണ് ഫിഷും പിന്നെ എന്താ പറയുക ബാർബിക്യൂ ചിക്കൻ ടിക്ക എടുക്കണത്. സംഭവം പൊളി, ഒന്നും പറയാല്ല, വലിയ അടിപൊളിയാണ്. മെയിൻ കോഴ്സ് പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ചിക്കൻ ബിരിയാണിയാണ്. കുഴപ്പമില്ല, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ജീര റൈസ് വിത്ത് എന്താ മറ്റേ പച്ചക്കറിയല്ല, പച്ച കളറിലെ ചിക്കൻ കറിയുടെ പേര് ഹരാഫൽ. അത് കുഴപ്പമില്ല, സെറ്റായിരുന്നു. എനിക്ക് മട്ടൻ കറി ഓക്കെ. ഞാൻ മട്ടൻ കഴിച്ചിട്ടില്ല ഒന്നാമത്, പക്ഷെ മട്ടൻ കറി എനിക്ക് ഓക്കെ ആയിട്ടാ തോന്നിയിട്ടുള്ളൂ. ബാക്കി ഒക്കെ അടിപൊളി. ഓക്കെ, ഇതുവരെയുള്ള റിവ്യൂ 8 ഔട്ട് ഓഫ് 10. അത്ര അല്ലേ? നീ എത്ര റിവ്യൂ കൊടുക്കുക? 7, 8. എനിക്ക് 8 കൊടുക്കാനുള്ള കാരണം എനിക്ക് സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമായി. ഇത് ഫിഷിന്റെ കുറച്ച് ഞാൻ മടുക്കണ സാധനം, അത് ഞാൻ കുറച്ചധികം കഴിച്ചു, പക്ഷെ ഇവിടെ അത് മടുപ്പ് തോന്നുന്നില്ല. വലിയൊരു കാര്യമാണ്. ടേസ്റ്റോ പറയാല്ല. ഗുലാബ് ജാമുൻ പെട്ടെന്ന് കഴിച്ചു, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മുടെ ദാഹിപൂരി പറഞ്ഞിട്ടാണ് അവിടെ, അതുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൂരി ഒരു 5000 ഒരു സാധനം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഭയങ്കര തിരക്ക് ലെവലാണ് ഇപ്പോൾ ആൾക്കാർ കൂടി, അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. നേരത്തെ എത്ര ആൾക്കാരുണ്ടായിരുന്നില്ല. നമ്മുടെ ബുഫേക്ക് ഞാൻ ഓവറായിട്ട് ഫുഡ് അടിക്കും. ഇപ്പോൾ കുറച്ചായിട്ട് ലിമിറ്റ് വെച്ചിരിക്കാം. ഇതൊന്നല്ല ഞാൻ ഇത്രയും കഴിച്ചൊന്നല്ല, ഞാൻ ഇതിൽ കൂടുതൽ കഴിക്കുമായിരുന്നു. ഒരു മിനിമം 3 റൗണ്ടെങ്കിലും എല്ലാം പോകുമായിരുന്നു. സെക്കൻഡ് റൗണ്ടിനുള്ള ദാഹിപൂരി എന്നതിൻ്റെ പേര് കേട്ടോ. ദാഹിപൂരി എന്നതിൻ്റെ പേര്. സെക്കൻഡ് റൗണ്ടിനുള്ള സാധനം വന്നിട്ട് ചോക്ക, ഒരു കയ്യിൽ ഫോണും മറ്റൊരു കയ്യിൽ പൂരി. ബിസ്മില്ലാ. പീക്ക് സാധനം. ബ്ലോഗ് ഓൾമോസ്റ്റ് ഇവിടെ നിർത്തുകയാണ്. ഒന്നും ഒരു രക്ഷയില്ല, കലക്കി. ഞാൻ നേരത്തെ 8 ഔട്ട് ഓഫ് 10 പറഞ്ഞ് ചിലപ്പോൾ ഒരു 7 ഔട്ട് ഓഫ് 10 ആവും, അല്ലെങ്കിൽ 6 ഔട്ട് ഓഫ് 10 ആവും. കാര്യം സ്റ്റാർട്ടറിന് ശേഷം കഴിച്ച മെയിൻ ഡിഷുകൾ ഒരു ഓക്കെ ലെവലിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെന്താ പറയാ, ഓണസ്റ്റ് ആയിട്ട് പറയാ, നമ്മുടെ ഡെസേർട്സ് ഒന്നും കാണാനില്ല. ഇത് രണ്ടും മാത്രമേ എനിക്ക് നെഗറ്റീവായി തോന്നി. സ്റ്റാർട്ടേഴ്സ് സീനെന്ന് പറഞ്ഞാൽ സീന്, പക്ഷെ അതേപോലെ ഇത് മസ്റ്റാണ്. ഇത് കഴിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് വെറുത്താണ്. അതിന് ശേഷം വന്ന ഐറ്റംസ്, മെയിൻ കോഴ്സ് ബിരിയാണി, മറ്റേ റൈസുകൾ അത്ര കണ്ട് ഇല്ല. ഓക്കെ, ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഒരു ടോപ്പ് നോച്ച് ലെവലിനല്ല. 6 or 6.5 ഒക്കെ ഉള്ള ഔട്ട് ഓഫ് 10 6.5 ലെവലിലുള്ള സാധനം ഉണ്ടാവുള്ളൂ. പക്ഷെ ബാക്കി അത് നോക്കണ്ട. വീട് നിങ്ങൾക്ക് സ്റ്റാർട്ടർ കഴിക്കാൻ വേണ്ടി മാത്രം വരാം. അത് മാത്രം നിങ്ങൾക്ക് ഒരു 10 റിയാലിന് വെറുത്താവുന്ന സാധനം ഉണ്ടാവും ഇവിടെ. അത്രക്ക് അടിപൊളിയാണ്. അപ്പൊ ശരി, ബൈ ദ ബൈ. സ്ഥലത്തിന്റെ പേര് ഓയാസിസ് കറി കോർട്ട്. ഇവിടെ വരുന്നുള്ളവർ വന്ന് നോക്കി. പൊളി സ്ഥലമാണ്, പൊളി ടേസ്റ്റ് വേണം. വാ